നമ്മെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നമ്മെ യേശു വിളിച്ചിടുന്നു. നാളെല്ലാം നാളാ കാലത്തോടെ നീ കഴിക്കുകയോ. നാളെല്ലാം നാളാ കാലത്തോടെ നീ കഴിക്കുകയോ. വന്നോടെ പാദം തേടിയിടുക മിന്നാതെ നിന്നെ ചേർത്തിടുമേ.
അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങളുടെ സ്നേഹ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളോട് സംസാരിക്കാനായി ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി സെക്ഷന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ ജോസ് കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിദേശ നിവാസികളായ ബഹുമാന്യരായ നാട്ടുകാരോടും ഞങ്ങളുടെ പ്രിയ ബിസിനസ് സ്നേഹിതരോടും വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ യാത്രികരോടും ഞങ്ങളെ അവിടെവിടങ്ങളിലായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഞങ്ങളുടെ എല്ലാ സമസൃഷ്ടങ്ങൾക്കും ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. കരുനാഗപ്പള്ളി സെക്ഷന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിനെ സാക്ഷിക്കുകയും യേശുക്രിസ്തുവിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ദൈവജനമാണ് ഇവിടെ ഈ തെക്ക് ഭാഗം പബ്ലിക് മാർക്കറ്റിനടുത്ത് വന്നു നിൽക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നു. വളരെ തിരക്കുകളുടെ നടുവിലാണ് നിങ്ങളൊക്കെ ആയിരിക്കുന്നത് എങ്കിലും ചുരുങ്ങിയ ചില മിനിറ്റുകൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രചാരകരായിട്ടല്ല ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ എത്തിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും ഞങ്ങളുടെ അസമാധാനത്തിൽ നിന്നും ഞങ്ങളെ തെറ്റായ ജീവിത നടപടികളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് നിത്യമായ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുവാൻ ശക്തനായ കർത്താവിന്റെ സ്നേഹമാണ് ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചത്. ആ സ്നേഹം ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരുമായി ഒന്ന് പങ്കുവെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് പ്രസംഗിച്ച് ആ മതത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ പ്രസിദ്ധമാക്കി നിങ്ങളെ മതം മാറ്റിയിട്ട് പോകുക എന്നുള്ള ഒരു ചിന്താഗതി ഞങ്ങളുടെ ജീവിതത്തിലില്ല. പ്രാരംഭമായി തന്നെ ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഒരു മതമാറ്റക്കാരല്ല. ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ നിന്നും നിങ്ങൾ മാറണം എന്ന് ഞങ്ങൾ പറയാറില്ല. ആരെയും അതിനെ ഞങ്ങൾ ഉത്സാഹിപ്പിക്കാറുമില്ല. ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും ലഭിക്കത്തക്കവണ്ണം നിങ്ങളുടെ മനസ്സിനൊരു മാറ്റമുണ്ടാകണം, നിങ്ങളുടെ ചിന്താഗതികൾക്കൊരു മാറ്റമുണ്ടാകണം, നിങ്ങളുടെ പ്രവൃത്തികൾക്കൊരു വ്യത്യാസമുണ്ടാകണം. അത് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. എന്തിനാ നമ്മൾ ജോലി ചെയ്യുന്നത്? നാം ജോലി ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തെ പോറ്റുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ, അവരെ അല്ലലില്ലാതെ വളർത്തിയെടുത്ത് നല്ല ഭാവിയുള്ളവരാക്കി തീർത്ത് അവരിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം പ്രാപിക്കുവാൻ, ഒരു സന്തോഷം പ്രാപിക്കുവാൻ. അതാണ് നാം എല്ലാവരും ജോലി ചെയ്യുന്നതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം. എന്നാൽ പലപ്പോഴും ജോലി ചെയ്യുന്നു, സമ്പത്തുണ്ടാക്കുന്നു, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് ഉപയോഗിക്കാൻ കഴിയാതെ നമ്മെ വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന എന്റെ സമസൃഷ്ടങ്ങളായ പ്രിയപ്പെട്ടവരോട്, ഞങ്ങളുടെ സമപ്രായക്കാരായ സ്നേഹിതരോട് ഞങ്ങൾക്ക് ഇന്ന് പകൽ വിളിച്ചു പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനത്തെയും നിങ്ങളുടെ ജീവിതത്തിലെ സ്വസ്ഥതയെയും നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിലെ തെറ്റായ നടപടികളിൽ നിന്ന് നിങ്ങളൊന്ന് വിടുതൽ പ്രാപിച്ച് മടങ്ങി വന്ന് ഒരു പുതിയ സൃഷ്ടിയായി കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളിൽ പലരും ഞങ്ങളുടെ ജീവിതകാലങ്ങളിൽ, കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ
മദ്യത്തിനും മയക്കുമരുന്നിനും വെറിക്കൂത്തുകൾക്കും തെറ്റായ ജീവിത നടപടികൾക്കുമൊക്കെ അധീനരായിട്ട് ഈ ലോകപ്രകാരം ജീവിച്ചു വന്ന ഒരു സമൂഹമായിരുന്നു. എന്നാൽ ഞങ്ങളെ ഈ നിലയിലേക്ക് ആക്കി തീർത്ത ഒരു മഹാസന്തോഷം ഞങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുണ്ട്. അതിനുവേണ്ടിയാണ് ഈ രാവിലെ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ക്രിസ്തുയേശു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം ക്രിസ്മസിന്റെ ആഘോഷ തിമർപ്പുകളിലേക്ക് ആമെ കടന്നു വന്നിരിക്കുന്ന ദിനങ്ങളാണ്. സന്ധ്യാവേളകളിൽ ചെറുപ്പക്കാരായ ആളുകൾ, അല്ല കൊച്ചു കൗമാരക്കാരായ കുഞ്ഞുങ്ങൾ, പ്രായമുള്ളതായ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ ഈ ദിവസങ്ങളിൽ ക്രിസ്മസ് കരോളിന്റെ ഒരു വലിയ സന്തോഷ തിമർപ്പിലായിരിക്കുന്ന ദിവസങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പാർക്കുന്ന ഇടങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ കടന്നു വരികയും യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള പാട്ടുകൾ പാടുകയും ഒക്കെ ചെയ്ത് അവരാഗ്രഹിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ സാധിച്ചെടുത്ത് മടങ്ങിപ്പോകുന്നത് അനുഭവിക്കുവാൻ കഴിഞ്ഞു. പക്ഷെ ഏതെങ്കിലും ഒരു പ്രത്യേക നിലയിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ചില സാമ്പത്തികമായ നേട്ടങ്ങളോ അതുപോലെയുള്ള അതിന്റെ പിന്നിലുള്ളതായ ചില ചിന്തകളോ അല്ല ഞങ്ങളെ ഈ നിലയിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇന്ന് പകൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളെ രക്ഷിക്കുന്ന, നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളുടെ മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അദ്ദേഹം ഒരു മതസ്ഥാപകനല്ല. ഏതെങ്കിലും ഒരു മതം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വന്ന വ്യക്തിയല്ല അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ച് കേൾപ്പിച്ചത്. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. എന്താണ് സന്തോഷം? യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിത്വം ലോക മാനവ ജാതിയുടെ രക്ഷയ്ക്കു വേണ്ടി ദൈവത്താൽ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ദൈവമായിരുന്നു എന്ന് പ്രാരംഭമായി തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ. യേശു ഈ ലോകത്തിലേക്ക് വന്ന് ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. യേശു സ്ഥാപിച്ച മതമല്ല ക്രിസ്തീയ മതം എന്ന് പറയുന്നത്. അത് ചില വ്യക്തികൾ അപ്രകാരം പേര് കൊടുത്ത് സ്ഥാപിച്ച ഒരു മതമാണ്. ഞങ്ങൾ ആ മതത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്നില്ല. ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ അനുഗാമികളാണ്, യേശുക്രിസ്തുവിന്റെ അനുകാരികളാണ്. യഹൂദന്മാരുടെ ഇടയിൽ യേശുക്രിസ്തുവിനെ അനുഗമിച്ചവരുടെയും യേശുക്രിസ്തുവിനെ അനുകരിച്ചവരെയും ലോകത്തിലെ മറ്റ് ആളുകൾ കളിയാക്കി വിളിച്ചൊരു പേരാണ് ക്രിസ്ത്യാനികൾ എന്നുള്ളത്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളെ ക്രിസ്തു മതത്തിലേക്ക് വിളിക്കുവാനോ ചേർക്കുവാനോ വന്നവരല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ആമേൻ. യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കുവാൻ, യേശു ക്രിസ്തു നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ മതിയായ ദൈവമാണ്. നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം തരുവാൻ യേശു കർത്താവിന് കഴിയും. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് കുടുംബത്തിൽ സ്വസ്ഥത പ്രാപിക്കുവാൻ, സന്തോഷമുള്ളവരായി തീരുവാൻ, അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ള സത്യം നിങ്ങളോട് പറയുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. യേശുവിനെ കുറിച്ചുള്ള ആ വാർത്ത എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിന്റെ വാർത്തയാണ്, ഒരു ഗുഡ് ന്യൂസ് ആണ്, സദ്വാർത്തയാണ്. ഈ സദ്വാർത്തയാണ് കരോൾ പ്രോഗ്രാമുകളിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്നത്. ഞങ്ങളുടെ ഈ
സന്ദേശ യാത്രയുടെ ഉദ്ദേശം ഞങ്ങളെപ്പോലെ ദൈവത്തെ സ്നേഹിക്കുവാൻ, യേശു കർത്താവിനെ അനുകരിക്കാൻ, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, നിങ്ങൾ ഏത് മതവിശ്വാസിയായാലും ഞങ്ങളതിൽ സന്തോഷിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, യേശു ക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിച്ചാൽ, യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തില് ചില പ്രത്യേക നന്മകൾ ചെയ്തു തരുവാൻ കഴിയും. ചില ആളുകളെങ്കിലും സംശയത്തോടെ ഞങ്ങളെ നോക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഇവര് അമേരിക്കൻ പണം സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഡോളർ ഇവർക്ക് ലഭിക്കുന്നത് കൊണ്ട് ഇവരിങ്ങനെ നടന്ന് പ്രസംഗിക്കുകയാണ്. ആ ഡോളറിലാണ് ഇവരുടെ ചിന്ത, അതാണ് ഇവരെ ഇത് പ്രേരിപ്പിക്കുന്നതെന്ന്. ഇന്ന് പകൽ ഞാൻ എന്റെ പ്രിയ സ്നേഹിതരോട് ആത്മാർത്ഥമായ ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് ഈ ലോകത്തിലെ ഒരു മനുഷ്യരും ഏതെങ്കിലും കൂലി തന്നിട്ട് ഞങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നതല്ലിത്. ഞങ്ങൾ ചെയ്യുന്നതായ കടപ്പാടെന്ന് പറയുന്നത് ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ ഇതിന് യോഗ്യരാക്കി തീർത്ത യേശു ക്രിസ്തു എന്ന ആ ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്തുക, ലോകരക്ഷിതാവിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് ജോലിയും ചെയ്യുന്നവരാകട്ടെ, നിങ്ങൾ ഏത് മതത്തിലും വിശ്വസിക്കുന്നവരാകട്ടെ, നിങ്ങൾ ഏത് പ്രായത്തിലുമുള്ളവരാകട്ടെ, നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്ക് ആത്മാർത്ഥമായി പറയാനുള്ള ഒരു കാര്യം, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരെങ്കിലും ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്നെ സ്നേഹിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ എനിക്കൊരാളെ കാണുവാൻ കഴിയുന്നില്ലല്ലോ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, എല്ലാവരും എന്നെ സ്നേഹിക്കാതെ കടന്നു പോകുന്നു, മാറിപ്പോകുന്നു, എന്നെ ആശ്വസിപ്പിക്കുവാൻ, എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല. ഇന്ന് പകൽ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് വിശദീകരണമില്ലാതെ ഞാനൊരു കാര്യം പറയാം. നിങ്ങളെ സ്നേഹിക്കുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ ഒന്ന് സ്നേഹിതരാക്കി തീർത്ത യേശു ക്രിസ്തു എന്ന ലോകരക്ഷിതാവ്. ഞങ്ങൾക്ക്, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ, ഒരു മതത്തെ ഞങ്ങൾ ഇവിടെ ഉയർത്തുകയില്ല, ഒരു മതത്തിന്റെ പ്രചാരകരല്ല ഞങ്ങൾ. ജനത്തിന്റെ മാനസാന്തരത്തിനും ജനത്തിന്റെ മനോമാറ്റത്തിനും വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. ഈ തെക്ക് ഭാഗത്തുള്ള പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സമാധാനം, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം നിങ്ങളും അനുഭവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് ഞങ്ങൾ നിങ്ങളെ യേശു കർത്താവിന്റെ അടുക്കലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് യേശുവിന്റെ അടുക്കൽ വരാൻ കഴിയും? നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് നിങ്ങൾ യേശുവിനോട് പറ, യേശുവേ, അങ്ങ് ലോകരക്ഷിതാവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് ഈ ഭൂമിയിലേക്ക് ജനിച്ചത് മാനവജാതിയുടെ രക്ഷകനായിരിക്കുവാനാണ്. വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമുക്ക് വായിപ്പാൻ കഴിയുന്നു. യേശു ക്രിസ്തു എന്ന മനുഷ്യൻ, യേശു ക്രിസ്തു എന്ന വ്യക്തി ജനിക്കുന്നത് ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടിയാണ്. ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് യേശു എന്ന് പേര് ലഭിക്കാനിടയായത്. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ എവിടെവിടെകളായി ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഒരു കാര്യം പറയൂ, യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമാണ്. യേശുവേ, അങ്ങ് എന്റെ പാപം ക്ഷമിക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. എന്റെ പാപമോചനത്തിന് വേണ്ടിയാണ് അങ്ങ് കാൽവരി ക്രൂശിൽ യാഗമായത്. അതുകൊണ്ട്
യേശു അങ്ങ് എന്റെ ഹൃദയത്തിലേക്ക് ഇന്ന് പകൽ വരണമേ, എന്നെ എന്റെ പാപത്തിൽ നിന്ന് മോചിക്കണമേ എന്ന് ഒരു വാക്കതി ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് മൗനമായി പ്രാർത്ഥിച്ചാൽ, ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാൽ യേശു ആ പ്രാർത്ഥന കേൾക്കും. ഞങ്ങളോട് നിങ്ങൾ പറയണ്ട, ഞങ്ങളോട് നിങ്ങളുടെ പേര് പറയണ്ട, നിങ്ങളുടെ കുടുംബം പറയണ്ട. നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ യേശുവിൻ നിങ്ങളെ അറിയുന്നു. യേശുവിന്റെ മകനായി മകളായി അവൻ നിങ്ങളെ തീർക്കുവാനിടയാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാവിധമായ ദോഷ വഴികളിൽ നിന്നും വിടുതൽ പ്രാപിച്ചവരായി മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിച്ച് ക്രിസ്തു സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടാകട്ടെ, നിങ്ങളുടെ ഭവനത്തിൽ സമാധാനമുണ്ടാകട്ടെ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥമായും സമാധാനമായും കുടുംബത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെങ്കിൽ ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയട്ടെ, യേശുവിന്റെ അടുക്കലേക്ക് വന്നാൽ നിങ്ങളുടെ അസമാധാനം മാറും, നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം ലഭിക്കും, നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായിരിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ സ്നേഹിക്കുവാനിടയാകും. സ്നേഹം എന്തെന്ന് ആവോളം അനുഭവിച്ചറിയുവാൻ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങൾക്കിടയായി തീരും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം ആമേൻ ഞങ്ങളുടെ മറ്റു ജോലികളൊക്കെ മാറ്റിവെച്ചിട്ട് ഇവിടേക്ക് വന്ന് നിങ്ങളോട് ഈ സുവിശേഷം പ്രസ്താവിച്ചത്. സുവിശേഷം എന്ന് പറയുന്നത് സകല മാനവജാതിക്കും ആമേൻ വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നാണ്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നതാണ് സുവിശേഷം. ആരെയും മാറ്റി നിർത്തുവാൻ സുവിശേഷം ആഗ്രഹിക്കുന്നില്ല, ആരെയും ഒഴിവാക്കി നിർത്താൻ സുവിശേഷം ആഗ്രഹിക്കുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ ഞാൻ ഉദ്ധരിച്ചാൽ അവിടെ ഇങ്ങനെ നോക്കുവാൻ കഴിയും. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സുവിശേഷം. ഞങ്ങൾക്ക് പറയാനുള്ള സുവിശേഷം അതാണ്, സത്വാർത്ത ഏതാണ്? യേശു ക്രിസ്തു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ ഓർക്കുന്ന ഈ ദിവസങ്ങളില് ആമേൻ നിങ്ങൾക്ക് എന്ന് ഓർക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുമസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് യഥാർത്ഥമായ ക്രിസ്തുമസ്? യേശുവിന്റെ ജനനത്തെയാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിന്റെ ജനനത്തിന് സമയം അവസരം കൊടുത്താൽ ഈ ദിവസം നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു ക്രിസ്തുമസായി തീരുവാനിടയാകും. നിങ്ങൾക്ക് പറയാൻ കഴിയും, 2024 ആമേൻ ഡിസംബർ മാസം 23-ാം തീയതി ക്രിസ്തു എന്റെ ജീവിതത്തിലേക്ക് വന്നു, അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തുമസ് എന്ന് പറയാൻ ആ ദിനമാണ് എനിക്ക് ഓർക്കാൻ കഴിയുന്നെന്ന് പറയാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സമപ്രായക്കാരെ, ഞങ്ങളുടെ സ്നേഹിതരെ, ദേശവാസികളെ, ബിസിനസ് സ്നേഹിതരെ, ആമേൻ നിങ്ങളെ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക്, യേശുക്രിസ്തുവുമായ ബന്ധത്തിലേക്ക് ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. സർവകൃപാലുവായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമാധാനത്തിൽ കാക്കുമാറാകട്ടെ. അതിനായി നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ, എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ, ദൂരവെയല്ല മരണം എന്നാർക്കറിയാം, ലേശം ഇല്ലാ സമയങ്ങൾ
എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കാകിലെന്തു കഷ്ടമേ. കട്ടിയിൽ കിടക്കൽ വെച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കട്ടിയിൽ കിടക്കൽ വെച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കാട്ടുമലകളിലോ റോഡ് തെരുക്കളിലോ കാട്ടുമലകളിലോ റോഡ് തെരുക്കളിലോ കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോൾ കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോൾ എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. കള്ളം പറഞ്ഞു ചില വ്യാപാര ചന്തയിലോ കള്ളം പറഞ്ഞു ചില വ്യാപാര ചന്തയിലോ കള്ളക്കേസിനു പോയി കച്ചേരി തിണ്ണയിലോ കള്ളക്കേസിനു പോയി കച്ചേരി തിണ്ണയിലോ. എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. സഭയിൽ ഈ ശക്തപ്രതിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിച്ച നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. സമാധാനമില്ലാത്ത ഏത് സാഹചര്യത്തിലും ലഹരിയുടെ പദാർത്ഥങ്ങളുടെ ഉപയോഗം ആത്മഹത്യ ഒന്നുമല്ല അതിന് പരിഹാരം. യേശുവിന് ഏത് വിഷയത്തിനും പരിഹാരം നൽകാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുവാനും ഇവിടെ നയാര പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റായി പ്രാർത്ഥിച്ചു വരുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ ശുശ്രൂഷകനും ദൈവജനവും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഏത് ആവശ്യത്തിനും ഏത് പ്രാർത്ഥനാ വിഷയത്തിനും നിങ്ങൾക്ക് ധൈര്യസമേതം അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാവുന്നതാണ്. ഫാസ്റ്റർ മാത്യു അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടം ദൈവജനവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി അവിടെ ഉണ്ടാകുന്നതാണ്. നിങ്ങളെ സാദരം അങ്ങോട്ടേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കോയിബിള അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഫാസ്റ്റർ സാമുവൽ വിൻസൻ നല്ലവരായ നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളെ സഹായിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നടക്കാവ് ജംഗ്ഷനിൽ കർത്താവിനെ പരസ്യമായി ക്രിസ്മസ് സന്ദേശം കൊടുക്കുവാൻ, ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെ ഓർക്കുവാനും ഓർമ്മിപ്പിക്കുവാനും ഈ പരസ്യ സ്ഥലത്ത് ദൈവം സഹായിച്ചു. ഇവിടുത്തെ ഈ നല്ലവരായ ഈ നല്ല നാട്ടുകാർക്കായി നന്ദി നന്ദി. അവർ സശബ്ദം കേട്ട അങ്ങയുടെ തിരുവചനവും തിരു ആലോചനകളും അവരുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞാൽ, കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ അവൻ രക്ഷിക്കപ്പെടുമല്ലോ. കർത്താവേ, അത് പലരും ഹൃദയത്തിൽ അങ്ങ് സ്വീകരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അവരുടെ അനുഗ്രഹത്തിനായി, കേൾക്കുന്നത് അനുഗ്രഹമാണല്ലോ, കേട്ടവരുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന കർത്താവേ വാജിസൻ ടീമിനായി, കർത്താവേ അതിന്റെ ഹല്ലേലൂയ എല്ലാ പ്രവർത്തകർക്കായും, ഭാവം സഭയ്ക്കായി, പ്രിയ മാത്യു പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വിശ്വാസികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദേശത്ത്
കർത്താവിനെ ഉയർത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം ഒരുക്കിയതിനായി സ്തോത്രം. കർത്താവ് വീണ്ടും സഹായിച്ചാട്ടെ. ഈ ദേശത്തെ ഒരിക്കലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പറഞ്ഞ വചനങ്ങൾ ഒരിക്കലും ഹല്ലേലൂയ ഫലം തരാതിരിക്കത്തില്ലല്ലോ. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ ശേഷം തിരികെ കിട്ടുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദത്തം ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുന്നു. ഒന്നും പാഴാകത്തില്ലല്ലോ. ഞങ്ങളുടെ സമയം പാഴാകത്തില്ല. തീർച്ചയായിട്ടും ഇത് കേട്ടവരുടെയും സമയം പാഴാകത്തില്ലല്ലോ. 1000 മടങ്ങ് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണല്ലോ. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും കൊടുത്ത് നീ ആദരിക്കണം. പ്രാർത്ഥന അങ്ങ് കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ പൊന്നീശ്വരന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു. രാജാവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാജാവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാജാവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു.